സ്ഥിതി സംഹാരം എന്നല്ലേ ത്രിമൂർത്തികളുടെ ജോലി. അപ്പോൾ ഗുരു നമ്മളെ സ്ഥിതി ചെയ്യിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നു, ഗുരുവിനെ ഓർക്കുന്നു. ഇപ്പൊ ഞാനൊക്കെ വീട്ടിൽ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം കാണുന്നത് ജയപതാക് സ്വാമി മഹാരാജ്, അതായത് ഇസ്കോണിന്റെ ആധ്യാത്മിക ആചാര്യൻ. അത് എന്റെ കൂടെയുള്ളവർക്കറിയാം. അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോ അല്ലെ എന്റെ ഹാളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും, എനിക്ക് കാണേണ്ടത് ആദ്യം എന്റെ ഗുരുവിന്റെ പാദങ്ങളാണ്. നേരെ മുമ്പിൽ കിടക്കുന്നിടത്ത് ഞാൻ വെച്ചിരിക്കുന്ന ശങ്കരാചാര്യരെയാണ്, നമ്മുടെ ആദ്യമ ഗുരു. ഞാൻ കണ്ണു തുറന്നാൽ ആദ്യം കാണുന്നത് ശങ്കരാചാര്യനെയാണ്. തൊട്ടടുത്ത് തിരുപ്പതി ബാലാജി, കാശ് കിട്ടണേന്ന്, വേഗം വർക്ക് വരണേ ബാലാജി, കാശ് കിട്ടണേ, പെൻഡിങ് ആയ പേയ്മെന്റ് എല്ലാം ചാനൽ തരണേ. അപ്പൊ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്റെ വീട്ടില് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിനി അമ്പലം എന്നേ എല്ലാവരും പറയൂ. ഒരു 12 കൊല്ലമായിട്ട് കിടാവിളക്കുകൾ 4 കത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും അത് അണയാതെ നോക്കാൻ ആളെ ഏൽപ്പിച്ചാ വന്നത്. എപ്പോഴും പൂജ കാര്യങ്ങള്, പൂക്കള്, തുളസി, അങ്ങനെ ഞങ്ങളുടെ ആ കൊച്ചു ഫ്ലാറ്റ് അതാണ്. എല്ലാവരും വന്ന് തൊഴുതു പോകും. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അണ്ണാമലൈ സാർ അടക്കം വന്നു പോകും. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ ഗുരു നമ്മളെ നിലനിർത്തുകയാണ്, അല്ലെ? നിലനിർത്തുന്നു നമ്മളെ. നീ അഹങ്കരിക്കാതെ ഇരിക്കൂ, മനസ്സിലാക്കിയ അറിവ് അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്. പിന്നെയോ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ദേവോ മഹേശ്വര. നമ്മൾ ഇന്നലെ മഹാദേവന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. എങ്ങനെയാണ് ഗുരു മഹേശ്വരനാവുന്നത്? ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ തികഞ്ഞു, എന്റെ അത്ര അറിവ് എന്റെ മുമ്പിലിരിക്കുന്ന ആർക്കും ഇല്ല, എന്നോട് തർക്കിക്കാൻ വരണ്ട, എന്നെ ബഹുമാനിക്കണം, എന്നെ ഇങ്ങനെയാക്കണം. ഇത് ഞാൻ എന്ന ഭാവം. ഞാൻ പറയുന്നത് കേട്ടിരിക്കണം, കേട്ടേ പറ്റൂ. ഈ അഹങ്കാരബോധം എന്ന് എപ്പോ ഒരു വ്യക്തിയിൽ ജനിക്കുന്നുവോ ഗുരു സംഹാരം നടത്തും നമ്മളുടെ ഉള്ളിൽ. അപ്പൊ നമ്മുടെ ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് നോക്കൂ, അല്ലെ? ത്രിമൂർത്തികളുടെ ദൗത്യമാണ് ഗുരു ഒരു വ്യക്തിയിൽ ചെയ്തത്. ഒരു വ്യക്തിയെ ഒരു യഥാർത്ഥ ഗുരുവിന്റെ കയ്യിൽ കിട്ടിയാൽ ആ ഗുരു എന്ത് ചെയ്യും? ആ വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കും, അറിവിന്റെ ലോകത്തിലേക്ക് അവനെ നയിക്കും. എന്നിട്ട് അറിവ് പകർന്നു കൊടുത്ത് അവനെ നിലനിർത്തിയിട്ട് ആ അറിവിലൂടെ അവൻ അഹങ്കരിച്ചാൽ അവനെ നശിപ്പിക്കാനും, അതായത് ആ അഹങ്കാര ബോധത്തെ ഇല്ലാതാക്കാനും ആ ഗുരു മതി. ഇതാണ് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ ഗുരുവചനത്തിന്റെ ആപ്തവാക്യം. അപ്പൊ നമ്മൾ എന്നും ഓർക്കാം ഇത് ചൊല്ലുമ്പോ, എന്റെ ഗുരുനാഥൻ ആരായാലും അത് ബ്രഹ്മദേവനുമാണ്, വിഷ്ണുവാണ്, എന്റെ ഗുരു ശിവനുമാണ്. അപ്പൊ എന്നെ നയിക്കാനും അദ്ദേഹത്തിന്റെ കൺട്രോളില് ഞാൻ നിൽക്കുന്നുണ്ട് എന്ന ഒരു ഉത്തമ ബോധം നമ്മളിൽ വരണം, എപ്പോഴും വരണം. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ ഇവിടെ വന്നപ്പം തന്നെ കേട്ടത്, കട്ട് ചെയ്തു, ലൈവ് പോയിക്കൊണ്ടിരിക്കണം, ചില കാര്യങ്ങൾ ലൈവിൽ പോകണ്ട, അത്